അമ്മേ, ആ ചിഞ്ചുവിന്റെ വീട്ടിൽ കണ്ട ഒരു പ്രതിമയില്ലേ, അതുപോലെ ഒരെണ്ണം എവിടെയും വെച്ചാലോ? ഏത് പ്രതിമ? ഒരു കരിമ്പ് തിന്നണ കുട്ടിയുടെ പ്രതിമ അമ്മ അവിടെ കണ്ടില്ലേ? കരിമ്പ് തിന്നുന്ന കുട്ടിയോ? ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മ അവിടെ കണ്ടിട്ടില്ലേ ഒരു നീല നിറത്തില് ഒരു കരിമ്പും കഷ്ണൊക്കെ വയലിട്ടിട്ട്? എടാ കുരുത്തം കെട്ടവനെ, ദൈവദോഷം പറയാതെ. അത് കരിമ്പ് തിന്നുന്ന കുട്ടിയല്ല, ഓടക്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണനാ. ആ അത് തന്നെ. അത് ഈ ബാബു ആന്റണിയുടെ പ്രതിമയുടെ അടുത്ത് വെച്ചാ നല്ല ഭംഗിയായിരിക്കും അല്ലേ അമ്മേ? അയ്യോ, ഇവനെ കൊണ്ട് അത് ബാബു ആന്റണി അല്ലടാ, സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ പ്രതിമയാണടാ കുരുത്തം കെട്ടോനെ. ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നേരം കൊണ്ട് നിനക്ക് എന്തെങ്കിലും 4 അക്ഷരം വായിച്ചൂടെ? അമ്മേ, ഞാൻ ഇത്രയും നേരം വായിക്കായിരുന്നു. എന്ത്? ഒരു ഡിറ്റക്റ്റീവ് നോവൽ, വാരിക്കുഴിയിലെ കൊലപാതകം. ഫുള്ള് സസ്പെൻസ് നോവലാ. ലാസ്റ്റ് വരെ അതിലെ കൊലപാതകി ആരാണെന്ന് മനസ്സിലാവില്ല. അതെന്താ? അതിന്റെ ലാസ്റ്റ് 4 പേജ് കാണുന്നില്ല. എലി കരണ്ടു എന്നാ തോന്നുന്നത്. എലികളുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. അമ്മേ, ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് എല്ലാ രാത്രിയിലും എലികളുടെ ഫുട്ബോൾ കളി സ്വപ്നം കാണുന്നുണ്ട്. എലികളുടെ ഫുട്ബോൾ കളിയോ? അതെ അമ്മേ. ഇനി വല്ല അസുഖമായിരിക്കോ? ഏതായാലും പോയി ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് വന്നോ. കൂട്ടത്തിൽ നിന്റെ കുരുത്തക്കേട് മാറാനുള്ള മരുന്ന് കൂടി ചോദിച്ചോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. യെസ്, ഗുഡ് മോർണിംഗ്. എന്താ അസുഖം, പറയൂ. ഡോക്ടർ, ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ എലികളുടെ ഫുട്ബോൾ കളി സ്വപ്നം കാണുന്നു. ഇതെന്തിന്റെ ലക്ഷണാ ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. ഈ ഗുളിക ഇപ്പൊ തന്നെ കഴിച്ചോളൂ. ഇന്നത്തോടെ ഫുട്ബോൾ കളി കാണൽ മുഴുവനായി നിന്നോളൂ. എന്നാ എനിക്ക് ഇതിന്റെ പാതി മതി. കളിയുടെ ഹൈലൈറ്റ്സ് എങ്കിലും കാണാലോ. ബാക്കി പകുതി ഞാൻ നാളെ കഴിഞ്ഞ് തിന്നോളാം. അതെന്താ നാളെ കഴിഞ്ഞ് കഴിക്കുന്നത്? ഇന്ന് കഴിച്ചാൽ എന്താ? നാളെ കളിയുടെ ഫൈനല്. ഏതായാലും ഇത്രയും കണ്ടതല്ലേ. ആ പിന്നെ ഡോക്ടർ, എല്ലാരും പറയുന്നു എനിക്ക് ഭയങ്കര കുരുത്തക്കേടാണെന്ന്. അത് മാറ്റാനുള്ള വല്ല ഒറ്റമൂലിയുണ്ടോ ഡോക്ടർ? മോൻ അങ്ങനെ കുരുത്തക്കേടൊന്നുമില്ലല്ലോ. ആട്ടെ, ആരാ പറഞ്ഞത് മോന് ഭയങ്കര കുരുത്തക്കേടാണെന്ന്? അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, അടുത്ത വീട്ടിലെ അങ്കിളും പറഞ്ഞു. ഇത് സത്യമാണോ ഡോക്ടർ? ഒരു നാട് മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ചിലപ്പോ സത്യമായിരിക്കും. ആട്ടെ, മോൻ എന്ത് വികൃതിയാ കാണിച്ചത്? അതോ, ഞാൻ പറയാം. അലമാറയിലെ അമ്മയുടെ സാരി എടുത്ത് അടുപ്പിലിടുക, അച്ഛന്റെ സ്കൂട്ടറിന്റെ ടയർ പഞ്ചറാക്കുക, ടീച്ചറെ തള്ളിയിടുക, പിന്നെ ഡോക്ടറുടെ റൂമിൽ പോയാൽ മേശപ്പുറത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായി താഴേക്ക് എറിയുക. ഇത്രയും ഞാൻ ചെയ്യാറുള്ളൂ. ഇതിനാണ് എല്ലാവരും എനിക്ക് ഭയങ്കര കുരുത്തക്കേടാന്ന് പറയുന്നത്. എടാ ടിൻഡു, എണീക്കടാ. സൂര്യൻ ഉദിച്ചിട്ട് എത്ര നേരമായെന്നറിയോ? അതിന് സൂര്യൻ എന്നെക്കാട്ടിലും എത്ര നേരത്തെ ഉറങ്ങുന്ന ആളാന്നറിയോ? അപ്പൊ ഇത്തിരി നേരത്തെ ഉദിച്ചാലും അത്ഭുതമൊന്നുമില്ല. ആ മതി മതി, സ്കൂളിൽ പോവാൻ നോക്ക്. മോനെ, കൊട്ടാരക്കരയ്ക്ക് ഇപ്പൊ ബസ്സുണ്ടോ? കൊട്ടാരക്കരയ്ക്കൊക്കെ ബസ് ഉണ്ടോന്ന് ആരൊക്കെ അറിയാ? വല്ല മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ബസ് ഉണ്ടോന്ന് ചോദിച്ചാ ഞാൻ വേണേ പറഞ്ഞുതരാം. ഓ, ഐ ആം സോറി. ഐ ആം ടിൻഡു. ഏതോ വലിയ സായിപ്പാന്നാ തോന്നുന്നു. അറിയോ സായി? No, I am UAI ham. ഈശ്വരാ പെട്ടു. ഇയാൾ ഇംഗ്ലീഷിൽ വല്ല തെറിയും പറഞ്ഞതാന്നാ തോന്നുന്നു. ഡോണ്ട് വറി സാഹിബ്, ഐ ആം ഹാപ്പി. ടിക്കറ്റ്. ഒരു ഷേണായിസ് ജംഗ്ഷൻ ചില്ലറയില്ലേ? ഇല്ല. ഓ, ഓരോരുത്തർ രാവിലെ തന്നെ 50 പൈസ കിട്ടുമ്പോ തരാം. ടിക്കറ്റ്. ഒരു കവിത ജംഗ്ഷൻ. എന്താ ചില്ലറയില്ല ആരുടെ കയ്യിലും? ഇല്ല. ചേട്ടൻ എന്താ എല്ലാരോടും ചില്ലറ ചോദിക്കുന്നത്? കഴിഞ്ഞ ജമ്മത്തി ചേട്ടൻ പിച്ചക്കാരനായിരുന്നു. ഒരു ടിൻഡുമോൻ ജംഗ്ഷൻ. എന്ത് ടിൻഡുമോൻ ജംഗ്ഷനോ? ടിൻഡുമോ എന്നാ എന്റെ പേര്. എനിക്ക് അപ്പുറത്തെ ജംഗ്ഷനിലാ ഇറങ്ങേണ്ടത്. ദാ ചില്ലറ. ടിക്കറ്റ്. അവിടെ ടിക്കറ്റ് എവിടെ ആരാള്? ടിക്കറ്റ് അവിടെ പറ. പുറകിൽ താടി വെച്ചൊരാളുണ്ട്, മൂപ്പര് തരും. താടി സാധാരണ മുന്നിലല്ലേ? പിറകിൽ താടി വെച്ച ഒരാളെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്.